നമസ്കാരം. രാജ്യത്തെയാകെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കാൻ അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA. ഇതിനായി അമേരിക്കൻ ഭരണകൂടത്തിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ വംശജനായ റാണയെ നിലവിൽ ലോസ് ആഞ്ചലസിലെ ഒരു ജയിലിൽ കടുത്ത സുരക്ഷാ വലയത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഏതാനും ആഴ്ചകൾ കൂടി വൈകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് തഹാവൂർ റാണയെ കൈമാറുന്നത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനമുണ്ടായത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് തഹാവൂർ റാണയെ കൈമാറുമെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ തീരുമാനത്തിൽ മോദി നന്ദി അറിയിക്കുകയും ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുക. ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ NIA സംഘവും മറ്റ് ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥരുമാണ് റാണയെ കൊണ്ടുവരാനായി അമേരിക്കയിലേക്ക് പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം റാണയെ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിൽ ലഭിക്കും. ഉടൻ തന്നെ NIA സംഘം റാണയുമായി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ NIA നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. റാണയുടെ കൈമാറ്റം സംബന്ധിച്ച് അമേരിക്കയിലെ വിവിധ അന്വേഷണ ഏജൻസികളുമായി NIAയും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിന്റെ വിചാരണയ്ക്കായി തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്ന് ആവശ്യപ്പെട്ട 63-കാരനായ റാണ അമേരിക്കൻ കോടതിയിൽ ഹർജികൾ നൽകിയിരുന്നു. എന്നാൽ ഈ ആവശ്യം കീഴ്ക്കോടതികളും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയും അംഗീകരിച്ചില്ല. സുപ്രീം കോടതി ഹർജി തള്ളിയതോടെയാണ് കൊടും കുറ്റവാളിയെ കൈമാറുന്നതിനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നത്. കേസിൽ റാണയുടെ പങ്ക് വ്യക്തമാക്കുന്ന മുഴുവൻ തെളിവുകളും ഇന്ത്യ US-ന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ അനുകൂല ഉത്തരവ്. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനാണ് തഹാവൂർ റാണ. 2008 നവംബർ 26-ൽ നടന്ന മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതിലൂടെ 166 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇയാൾ കാരണമായി. താജ് ഹോട്ടൽ, ഒബ്രോയ് ട്രൈഡൻ ഹോട്ടൽ, ഛത്രപതി ശിവജി ടെർമിനസ്, ലിയോപോൾഡ് കഫേ, മുംബൈ ചബാൽ ഹൗസ്, നരിമാൻ ഹൗസ്, മെട്രോ സിനിമ എന്നിവിടങ്ങളിലാണ് അന്ന് ആക്രമണം ഉണ്ടായത്. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വർഷങ്ങളായി ഇന്ത്യ ശ്രമം നടത്തുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത്.